ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലായിട്ട് സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ തമ്മിലെല്ലാം ടൈറ്റിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെയാണ്. നമ്മൾ മുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ പ്രോ പ്ലെയർ ആകാമെന്ന്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ 1GB 2GB റാം കളിക്കുന്ന പ്ലേയേഴ്സിന് എങ്ങനെ ലാഗില്ലാതെ കളിക്കുന്നത്, മീൻസ് ഒരു ലാഗും ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ അടിപൊളിയായിട്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് എങ്ങനെയാണ് ഫ്രീ ഫയർ കളിക്കുക എന്നുള്ളതിനെ പറ്റി ഞാൻ പറയണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ മെമ്പേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോ 1GB 2GB റാം കളിക്കുന്ന പ്ലേയേഴ്സിനുള്ള കുറച്ച് ടിപ്സ് പറയുമെന്ന്, മീൻസ് ലാഗില്ലാതെ കളിക്കാൻ പറ്റിയ കുറച്ച് ടിപ്സ് പറയുക വെച്ച് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ നോളം സെറ്റ് ചെയ്യാണ്. ഞാൻ ഇടുന്നത് ഇതുപോലത്തെ വീഡിയോസ് കാര്യങ്ങളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ മെത്തേഡ് കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഗെയിമിലെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഗെയിമിലെ ഗ്രാഫിക്സ് കാര്യങ്ങളെ കുറച്ചിട്ടാണ് നമുക്ക് അതിലേക്ക് സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് നമ്മൾ സെറ്റിങ്സ് എടുക്കുക, നേരെ നമ്മുടെ ഡിസ്പ്ലേ എന്നുള്ള ഒരു സെറ്റിങ്സ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് അതിൽ നേരെ ഡിസ്പ്ലേ എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും കുറേ സംഭവങ്ങളായിട്ട്, മീൻസ് സ്മൂത്ത്, സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, മാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാണാൻ പറ്റും ഫ്രീ ഫയറിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മേലെ കാണാൻ പറ്റും മാക്സ്, സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാണാൻ പറ്റും. അതിൽ ഹൈ ഗ്രാഫിക്സ് ഉണ്ട്, അതിലൊക്കെ നിങ്ങൾ നോർമലായിട്ട് ഇടുക. മാക്സ് ഇടുന്ന ഹൈ ഗ്രാഫിക്സ് നോർമൽ ഇടുക. ഒരിക്കലും ലാഗ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു മെത്തേഡ് പറയുന്നത്, മാക്സ് നിങ്ങൾ ഒരിക്കലും ഇടരുത്. മാക്സിലിട്ട് നിൽക്കുന്ന രീതിക്ക് ലാഗ് അടിക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫോൺ കൂടുതലായിട്ട് നമ്മുടെ ക്ലിയർ കാര്യം, മീൻസ് നല്ല രീതിക്ക് HD ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഫോൺ നല്ല രീതിക്ക് ഹീറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഫോൺ നല്ല രീതിക്ക് ലാഗും കാര്യങ്ങളൊക്കെ അടിക്കും, ഹീറ്റും കാര്യങ്ങളൊക്കെ അടിച്ച്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ വേറെ ഒന്ന്, നമ്മുടെ സ്മൂത്തിലിടുക. ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന സ്മൂത്തല്ല, ജസ്റ്റ് ഇടുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളെ സ്മൂത്തിലിട്ടതിന് ശേഷം നിങ്ങൾ താഴെ കാണുന്ന ഹൈ ഉണ്ട്, മീൻസ് ആ FPS എന്നുള്ളതിൽ ജസ്റ്റ് നിങ്ങൾ FPS ഓൺ ആക്കി കൊടുക്കുക, ഹൈയിലിട്ട് കൊടുക്കുക. എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് സ്മൂത്തായി കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡ്, മീൻസ് ഈ രണ്ട് സെറ്റിങ്സ് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്തേക്കുക. അത്ര രീതിക്ക് വലിയ ഗ്രാഫിക്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ ലൈവ് സ്ട്രീം കാണുന്നവർക്ക് അറിയാം, അത്ര രീതിക്ക് ഗ്രാഫിക്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാനത് കുറച്ചിട്ടാണ് ഞാൻ ലൈവ് സ്ട്രീം കാര്യങ്ങൾ കളിക്കാറ്. അപ്പോൾ നമുക്ക് രീതിക്ക് സ്മൂത്തായിട്ട് കളിക്കാനും പറ്റും. അത്ര രീതിക്ക് റേഞ്ചിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊന്നും വരത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്, കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു മെത്തേഡ് വെച്ച് കളിക്കാൻ നിങ്ങൾക്ക് നല്ല രീതിക്ക് സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ലാഗ് കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്ന സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കുക. ഞാൻ രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിനെ പറ്റിയിട്ട്, നമ്മുടെ ഫ്രീ ഫയറിലെ സ്റ്റോറേജ് കാര്യങ്ങളുടെയൊക്കെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വേറെ ഒന്നല്ല, നമ്മുടെ സെറ്റ് നിങ്ങൾക്ക് നമ്മുടെ ഡൗൺലോഡ് ചെയ്ത കോസ്റ്റ്യൂം പാക്ക്, മാപ്പിൻ്റെ അങ്ങനെ കുറേ നമ്മുടെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കുറച്ച് മാപ്പ്, കോസ്റ്റ്യൂം പാക്ക് ഇതിനൊക്കെ പറ്റിയുള്ള ഉണ്ടാവില്ല. മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് മേലെ കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഉള്ള കോസ്റ്റ്യൂം പാക്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കുറേ കാണാൻ പറ്റും. നിങ്ങൾക്ക് ക്രാഫ്റ്റ് ലാൻഡ്, ലോൺ ഓഫ്, അതുപോലെ തന്നെ ഒരുപാട് കോസ്റ്റ്യൂം സെൻസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ കുറേ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമ്മുടെ ഇൻറ്റർണൽ സ്റ്റോറേജ് കാര്യങ്ങൾ കൂടാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഓരോ മാപ്പിന് തന്നെ ഉണ്ട് 200-400 MB കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു മാപ്പ് മൂഡ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇൻറ്റർണൽ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കൂടാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് മുഖേന നിങ്ങളുടെ ഫോൺ നല്ല രീതിക്ക് ലാഗ് അടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ എന്താ ചെയ്യണം, ജസ്റ്റ് നിങ്ങളാക്കൊന്ന് ഡിലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കോസ്റ്റ്യൂം പാക്കും ഇമോട്ടും കാര്യങ്ങളും മാത്രം നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നിങ്ങളൊന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിലും അത്രയും ബെറ്ററാണ്. സംഭവം എന്താ വെച്ചാൽ വേറെ നല്ല രീതിക്ക് സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ എനിമീസൊക്കെ വരികയാണെങ്കിൽ അതേ രീതിക്ക് ലാഗ് കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽസ് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, മാപ്പ് മോഡ് കാര്യങ്ങളൊക്കെ. ഞാനൊക്കെ ഒരു മെത്തേഡ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഞാനും എൻ്റെ ഫോൺ സ്മൂത്തായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്നത്. മീൻസ് ഞാൻ ലാഗ് അടിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ടിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫോണിൻ്റെ ലാഗ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാറ്. അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ നല്ല രീതിക്ക് സ്മൂത്തായിട്ട് നിങ്ങൾക്കും കളിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ടിപ്പ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടിപ്പിൽ ഞാൻ കുറച്ച് 2 കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. നിങ്ങളുടെ ഫോണിൽ ഒരിക്കലും ലാഗില്ല, നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ടിപ്പ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞത് ചെറിയ കാര്യങ്ങളാണ്, മീൻസ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമില്ല, നമ്മുടെ എല്ലാവരുടെ ഫോണിലും കുറച്ച് സ്പേസ് ഉണ്ടാവും, സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ, നമ്മുടെ ഇൻറ്റർണൽ സ്റ്റോറേജ്. അത് നിങ്ങൾ മാക്സിമം ഇപ്പോൾ ഒരു 50 ആണെങ്കിൽ നിങ്ങളതിലൊരു 40 മാത്രം നിങ്ങൾ ഫുള്ളാക്കിയാൽ മാത്രം മതി. 10 നിങ്ങളെപ്പോഴും സ്പേസ് കുറച്ചിടണം. എന്തിനാന്ന് വെച്ചാൽ വേറെ എന്താ, നമ്മുടെ ഫോൺ നല്ല രീതിക്ക് സ്മൂത്തായി കളിക്കാൻ
കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു മെത്തേഡിലൂടെ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്തിരിക്കുക. അപ്പോൾ അതാണ് നമ്മളെ മൂന്നാമത്തെ ചെറിയൊരു മെത്തേഡ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറയാൻ പോകുന്ന ഒരു മെത്തേഡ് കൂടെ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഇനി പറയാൻ പോകുന്ന മെത്തേഡ് ചിലപ്പോൾ നിങ്ങൾ ഫോൺ അത്ര രീതിക്ക് ഉപകാരപ്പെടുന്ന എനിക്ക് അറിയത്തില്ല, എന്നാൽ കൂടെ കുഴപ്പമില്ല രീതിക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നും, നിങ്ങളുടെ സെറ്റിങ്സ് എടുത്തിട്ട് അതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ മ്യൂസിക് എന്നാൽ മ്യൂസിക് ജസ്റ്റ് നിങ്ങൾ മുഴുവനായിട്ടും കുറച്ചിടുക, ഒന്നും കേൾക്കരുത് മ്യൂസിക് കാര്യങ്ങളൊക്കെ. അതുപോലെ നമ്മുടെ സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം 50 ഇടാൻ ശ്രമിക്കുക. എന്നാൽ തന്നെ 50 ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തേക്ക് സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് സൗണ്ട് എഫക്ട്സ് കാര്യങ്ങൾ കിട്ടുമെന്ന് കരുതിക്ക് അഡ്വാൻറ്റേജ് ആവും. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആരും വീഡിയോ കാണാത്തവർ നമ്മുടെ ചാനൽ കയറി ചെക്കൗട്ട് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് കാര്യങ്ങൾ നിങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് വല്ല മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ് അടിച്ച് ബെൽ ബട്ടൺ കൂടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണ്ടിച്ച് അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.